ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് 24 ഡിസംബർ 2024 ആണ്. ചെറിയൊരു ക്രിസ്മസ് വ്ലോഗ് അല്ലെങ്കിൽ ക്രിസ്മസ് ഡേ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഈ ക്രിസ്മസ് വ്ലോഗ് എന്ന് പറയുമ്പോൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ മുമ്പത്തെ ദിവസമായ 24th ആയ ഇന്ന് മുതലാണ്. കാരണം ഞങ്ങൾക്ക് ഇന്ന് 24th നൈറ്റാണ് ഞങ്ങൾക്ക് എപ്പോഴും ക്രിസ്മസിൻ്റെ മാസ് വരുന്നത്. അപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്. ചർച്ചിൽ പോയിട്ട് ഇന്ന് ക്രിസ്മസിൻ്റെ മാസമൊക്കെ കൂടിയിട്ട് ഇന്ന് നോമ്പെല്ലാം വീടി നോർമൽ ഫുഡ്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ക്രിസ്മസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഈ വ്ലോഗിൻ്റെ കൂടെ ഞാൻ പിൻ ചെയ്യാം. ഇത് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റിന് വേണ്ടി നടത്തുന്ന ഒരു യാഗം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന, ക്രൈസ്റ്റ് മാസ് എന്നുള്ള ഇതിലാണ് വന്നിരിക്കുന്നത്. ക്രിസ്മസ് ആണെങ്കിൽ ഡിസംബർ 24 നടത്തണമെന്നോ അല്ലെങ്കിൽ സാന്താക്ലോസ് ക്രിസ്മസിന് വരണമെന്നോ അങ്ങനെയൊന്നും ബൈബിളിലൊന്നും ഇല്ല. അതൊക്കെ പണ്ടത്തെ റോമൻസ്, ഗ്രീക്ക് ചെയ്ത് അങ്ങനെ ആയിപ്പോയതാണ്. പുൽത്തൊഴുത്തിൽ മേരി യേശുവിന് ജന്മം കൊടുത്തു എന്നുള്ളതാണ്. അപ്പം മഞ്ഞ് പൊഴിയുന്ന രാത്രിയിലാണ്, തണുപ്പുള്ള രാത്രിയിലാണെന്നൊക്കെ പറഞ്ഞത് കാരണം അത് പിന്നീട് ഡിസംബർ മന്തായി അങ്ങ് മാറിയതാണ്. എന്നിരുന്നാലും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബും പ്രത്യേക ഒരു സന്തോഷവും ഒരു ഹോപ്പും ഒക്കെ തരുന്ന ഒരു മാസമാണ്. അതായത് അടുത്ത വർഷം കൂടെ ആവുകയാണ്. എൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ക്രിസ്മസിൻ്റെ ഷോപ്പിങ്ങിനായി ഞങ്ങൾ ഇവിടെ സ്പ്ലാഷ് മാക്സിലാണ് എത്തിയത്. ഇവിടെ നിന്നാണ് ക്രിസ്മസ് കോടി എടുത്തത്. ഞങ്ങളുടെ പള്ളിയുടെ പുൽക്കൂട്, സ്റ്റാർ, ക്രിസ്മസ് ട്രീ ഒക്കെയാണിത്. ക്രിസ്മസിൻ്റെ തലേന്ന് കുരുത്തോല കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റുള്ള എല്ലാ പള്ളികളും ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്. അതുകൊണ്ട് പള്ളികളുടെയും ക്രിസ്മസ് ഡെക്കറേഷനും അങ്ങ് കവർ ചെയ്തു. എല്ലാ പള്ളികളും ഫുള്ള് ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിരിക്കും. എല്ലാ പള്ളികളും പോയി വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം കുർബാന കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. പിന്നെ പള്ളിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നോയമ്പൊക്കെ വീടി വീട്ടിലെത്തി കേക്കും വൈനും ഒക്കെ കഴിച്ചു. വൈൻ കുപ്പികളിലൊക്കെ ഒഴിച്ചു വെച്ച് കേട്ടോ. എല്ലാവർക്കും മെറി ക്രിസ്മസ്. ഇവിടെ ആസ് യൂഷ്വൽ ഒരു നോർമൽ ഡേ ആണ്. ഇവിടെ ക്രിസ്മസും അങ്ങനെയുള്ളതൊന്നുമില്ല. എല്ലാവരും തിരക്ക് പിടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മാത്രം ഇവിടെ ക്രിസ്മസ്. രാവിലെ അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കി കഴിച്ചു. ഇനി ഉച്ചത്തേക്കുള്ള പരിപാടി നോക്കണം. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ഗസ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. മെറി ക്രിസ്മസ്. രണ്ടു ദിവസത്തിന് വീഡിയോ ഉണ്ട്. കോഴികളെല്ലാം കൂടെ സെലിബ്രേറ്റ് ചെയ്ത് ക്രിസ്മസ് ഞങ്ങൾ ഉണ്ടാകത്തില്ലല്ലോ. ഇവിടെ മസ്കറ്റ് ഫെസ്റ്റിവൽ, അതായത് മസ്കറ്റ് നൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിവൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ക്രിസ്മസ് ഡേ ഞങ്ങൾ ഈവനിങ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. റോഡിലൊക്കെ ക്രിസ്മസിൻ്റെ ആണെന്ന് തോന്നുന്നു. വീക്ക് ഡേ ആയിട്ട് നല്ല തിരക്കായിരുന്നു. ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ല തണുപ്പായതുകൊണ്ട് മിക്കവരും ഇപ്പോൾ പുറത്തുണ്ട്. പ്രാവശ്യം മസ്കറ്റ് നൈറ്റ്സ് 7 ലൊക്കേഷനിലായിട്ടാണ് നടക്കുന്നത്. അതിൽ ഒരു ലൊക്കേഷനിലോട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്, അതായത് കുറം നാച്ചുറൽ പാർക്കിലാണ്. ഞങ്ങൾ കുറം പോയിട്ട് അവിടെ ഞങ്ങൾക്ക് കയറാനെത്തില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ച് അമറാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയും മസ്കറ്റ് നൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് പാർക്കിങ്ങും എല്ലാം കിട്ടി. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എൻട്രൻസിന് അങ്ങോട്ട് നടന്ന് വിൽക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എൻട്രി ടിക്കറ്റ് 600 പൈസയാണ് ഒരാൾക്ക്. അപ്പോൾ ഇതുപോലൊരു ബാഡ്ജ് അവർ കെട്ടിത്തരും.
हवा होते सब जगह में जाएगा ले सो हीट है तो सिर्फ ऊपर देता है തൊടുന്നതനുസരിച്ച് ലൈറ്റ് ഇങ്ങനെ വരും.
ഹായ് ഗായ്സ്. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് വ്ലോഗ് അല്ലെങ്കിൽ ക്രിസ്മസ് ഡേ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ.